അല്ല ചോദിക്കുക, അവന്റെ ഉമ്മാനെ കൊടുക്കണ്ടോ അവന്റെ പെങ്ങന്മാരെ കൊടുക്കണ്ടോ എന്ന് അവന്റെ അക്കൗണ്ടിൽ പോയി ചോദിക്കാം. ഓക്കെ, അവന്റെ ഉമ്മാനെയും പെങ്ങന്മാരെയും അവൻ അങ്ങനെ കൊടുത്തോണ്ടാണ് കണ്ട പെൺകുട്ടികളെ അവൻ പറയണത്. അവന്റെ ഉമ്മാനെയും ഉമ്മാക്ക് കാവലിരുന്നവനാണല്ലോ പണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ കാവലിരുന്നില്ല പണ്ട്. അവൻ ഉമ്മാക്ക് കാവലിരുന്നു. ഫാത്തി വീഡിയോ മുക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫാത്തിന്റെ വീഡിയോ ഫുള്ള് ഇവിടെ ഉണ്ട്. ഫാത്തി ഇട്ട വീഡിയോ അവൻ വീഡിയോ മുക്കി അവൻ അല്ലെങ്കിൽ അവൻ പ്രൈവറ്റ് ആക്കി വെച്ച് പറഞ്ഞാൽ അവനക്ക് അവന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം സമാധാനം വേണ്ടേ? നിങ്ങളെ പോലുള്ള നാറികൾക്ക് റീപ്ലൈ തരാൻ വയ്ക്കണ്ടേ? 2 കുട്ടികളെ അവനിക്ക് പെണ്ണുങ്ങളെ പോലെ പോറ്റണം, പണിക്കും പോകണം, കുട്ടികളെയും നോക്കണം, വേറുള്ളതും ചെയ്തിട്ടാണ് അവൻ അവിടെ ജീവിക്കണത്. അപ്പൊ അവന്റെ കഞ്ഞിയിൽ പാറ്റിട്ട് ഇവൻ ഈ നാറി ഈ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് സൂയിച്ച് പണ്ട് ഉമ്മാക്ക് കാവലിരുന്നവനാണ്. എളാപ്പാനെ വീട്ടിൽ കയറ്റാൻ കാവലിരുന്നോന് എന്നെ വെടി വേശി എന്ന് പറയാന് ആ നായിന്റെ മോനിക്ക് ഒരു അവകാശമില്ല. കള്ളപ്പന്നി നായിന്റെ മോനെ ഷെരീഫെ, നിന്നോടാണ് നാറിയ പറയണത്. എന്നെ വീഡിയോയില് നീ വെടി പരമ വെടി അങ്ങനത്തോളം ഇങ്ങനത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ അതിനെക്കാട്ടി വെടിയായിട്ടാണ് പണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നിന്റെയൊക്കെ കോലം കണ്ടാണ്, നിന്റെ തന്തന്റെ മുഖവും നിന്റെ കോലവും കണ്ടാ അറിയാ എന്താണ് അവസ്ഥ എന്ന്. നിന്റെ പെങ്ങന്മാരിന് നിന്നെയും നിന്റെ അനിയനെയും കണ്ട നിന്റെ തന്തയ്ക്ക് ഉണ്ടായതല്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം നിന്റെ തന്തയ്ക്ക് ഉണ്ടായതല്ല, നീ അത് കണ്ട സൂപ്പറായിട്ട് അറിയുന്നുണ്ട്. നിന്റെ തന്തന്റെ കോലവും നിന്റെ കോലവും അറിയാം. എന്റെ മക്കളൊക്കെ തന്തന്റെ കോലമാണ്. അതുപോലെ നിന്റെ കോലം ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. പാണ്ടി ഏതോ കാസർഗോഡത്തെ ആൾക്കാർക്ക് ഉണ്ടായ പോലെയാണ് നിന്റെ കോലം. എന്നിട്ട് എന്നെ നീ വെടി വേശി എന്ന് പറയണ നായിന്റെ മോനെ, നിന്റെ ഉമ്മാക്ക് പണ്ട് കാവലിരുന്നിട്ട് അല്ലെങ്കിൽ നിന്റെ പെങ്ങളിനെ കൂട്ടിക്കൊടുത്ത പോലെ അല്ല എന്റെ കണക്ക് കേട്ടാ. നീ കണ്ട തോന്നിയ പോലെ വിളിച്ചുണ്ടാക്കി പറഞ്ഞിട്ട് കണ്ടവന്മാര് വിളിക്കാനും കണ്ടവന്മാര് എന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഞാൻ അന്തസ്സായി ജീവിക്കുന്നുണ്ട്. ഞാൻ ഒരു നായിന്റെ മക്കളുടെ പൈസ ഞാൻ തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ പിടിച്ചു പറിക്കാനോ നിന്നെ പോലെ മറ്റുള്ളവരുടെ പച്ചറിച്ച് നിന്നിട്ടോ ഞാൻ ഉണ്ടാക്കണില്ല പൈസ. ഓക്കെ, നിന്റെ ഉമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് നിനക്ക് കണ്ട പെൺകുട്ടികളിലൊക്കെ അങ്ങനെ തോന്നുന്നത്. നിന്റെ ഉമ്മ അങ്ങനെ ആയത് കൊണ്ടാണ്. നീ ഷെരീഫ് പറയണ അവന്റെ വ്യക്തിന്റെ ഉമ്മ പണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് ആ നാറി ഇപ്പൊ പല പെൺകുട്ടികളെ അങ്ങനെ വിളിക്കുന്നത്. അവന്റെ ഏത് ഇതിൽ നോക്കിയാലും അവിഹിതം മാത്രമേ ഉള്ളൂ. കാരണം എന്താ, അവൻ ചെറുപ്പം മുതലേ കാണുന്നത് അവിഹിതാണ്. പിന്നെ എങ്ങനെയാണ് അവൻ പറയാണ്ടിരിക്കുക നാറിയെ? അപ്പൊ എനിക്ക് ഷെരീഫിന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ കമന്റ് ബോക്സിലും എന്റെ ഇതിലും വന്ന് പറയണ നായിന്റെ മക്കൾക്കാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വന്നിട്ട് കളിക്കണ്ട. ഞാന് ആവുന്നതും ക്ഷമിച്ച് മുണ്ടാണ്ടിരിക്കണം. എനിക്ക് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. എനിക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ പിന്നാലെ നടന്ന എൻ്റെ മക്കളിനെ ആരും നോക്കില്ല. നിങ്ങളെ മറ്റേ കേസും കൂട്ടും സൈബർ സെല്ലും അതും ഇതും പറഞ്ഞിട്ട് നടക്കലെല്ലാം എൻ്റെ പണി. എനിക്ക് എൻ്റെ മക്കൾക്ക് സ്കൂൾ തുറക്കാനും വേറുള്ള കുറെ കാര്യങ്ങളുണ്ട്. അവിടെ ഫ്രിഡ്ജിലുണ്ട്, പോയി എടുക്ക് തേങ്ങ. അപ്പൊ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് അതുപോലെ ഇരിക്കും. ഇങ്ങോട്ട് നല്ല രീതിയാണോ അങ്ങോട്ട് നല്ല രീതിയായിരിക്കും. ഇങ്ങോട്ട് ഇളകിയിട്ട് വന്നോ അങ്ങോട്ട് തിരിച്ച് ഡബിൾ ഇളക്കത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അത് ചാർജ് തന്നെ പറയണത്. ഒരിക്കൽ ഷെരീഫ് കണ്ടതാണല്ലോ അല്ലെ? നാറി ഷെരീഫെ, നായിന്റെ മോനെ, നീ കണ്ടതാണല്ലോ അല്ലെ? നിന്റെ വീഡിയോസിൽ എന്നെ കണ്ടെന്ന് പറയുന്നത് നിന്റെ തള്ള ഫസ്റ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് നീ അങ്ങനെ പറയണത്. മൈര പര ചെറ്റ തന്തയ്ക്കുണ്ടായ നാറി ആയതുകൊണ്ട് പലതും അവന്റെ വീഡിയോസിൽ അവൻ വിളിച്ചു പറയും. അത് കണ്ടിട്ട് കേട്ടിട്ടും എന്റെ കമന്റ് ബോക്സിലും എന്റെ ബിസിനസ് വാട്സപ്പിലും എനിക്ക് കോൾ ചെയ്തിട്ടും ഏതെങ്കിലും നാറികൾ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ റെക്കോർഡഡ് ആണ്. എന്റെ ഫോൺ ഫുൾ റെക്കോർഡഡ് ആണ്. എന്റെ ബിസിനസ് വാട്സപ്പ് ഫുൾ റെക്കോർഡഡ് ആണ്. കൊടുക്കണ്ടോടെ ഞാൻ കൊടുക്കും. ഓക്കെ, കൊടുക്കണ്ടോടെ ഞാൻ കൊടുക്കും. എന്റെ ബിസിനസ് വാട്സപ്പിൽ കയറിയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. പിന്നെ ഷെരീഫ് പറഞ്ഞത് ശരിയാണോ, ഷെരീഫ് പറഞ്ഞത് അങ്ങനെയാണോ, അയ്യോ എന്ന് പറഞ്ഞിട്ട് വരുന്ന നാറികളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ആലോചിച്ചിട്ട് വരിക എൻ്റെ അടുത്തേക്ക് വരുന്നവര്. ഇല്ലെങ്കിൽ പണി ഞാൻ പാലും വെള്ളത്തിൽ തരുമ്പോഴില്ലേ, പാലും വെള്ളത്തിൽ തന്നെ തരും നിങ്ങൾക്കൊക്കെ. അല്ലാന്ന് കുറെ ദിവസമായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നാറിയ വർത്താനം പറയുന്നത് നായിന്റെ മക്കളെ. നിങ്ങൾക്ക് എന്നാടാ, നിങ്ങളുടെ ഉമ്മ വാപ്പയെ പെങ്ങന്മാരില്ലടാ. ഷെരീഫിന്റെ ഉമ്മ പണ്ട് അങ്ങനെയാണ് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും അങ്ങനെ അല്ലടാ ജീവിക്കുന്നത്. നാറികളെ, ക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ട് മൈരന്മാരെ. ഞാൻ ആവുന്നു ക്ഷമിച്ച്
എന്തോ ആയിക്കോട്ടെ, മുണ്ടാണ്ടിരിക്ക. വെറുതെ ഇവന്മാരുടെ അടുത്ത് വായിട്ട് അലക്കണ്ടെന്ന് വിചാരിക്കുന്നോറും അതിന്റെ മക്കൾ എന്റെ നെഞ്ഞത്ത് കയറാൻ നടക്കണ. ചാച്ചാ, ഇതിലൊന്നും നെറ്റ് വരാത്തെ? ഇതിൽ വൈഫൈ ഓൺ ആവണില്ലല്ലോ. വൈഫൈ ഓൺ ആവണില്ല. നമ്മുടെ വാ, ഇത് തേങ്ങ ഓൺ ആവാത്തെ? ഉള്ള നെറ്റിനൊക്കെ കളി കഴിച്ചും വെച്ചുകൊണ്ട് എന്റെ മെസ്സേജ് വരുന്നില്ല. അതില് മെസ്സേജ് നോക്കുക, അയക്കാണ്ടോ? ഞാൻ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിണ്ടേ. കണ്ടായെങ്കിൽ ഇങ്ങോട്ട് കാട്ട്. മെസ്സേജുകൾ വരുന്ന നോക്കട്ടെ. വീഡിയോ എടുക്ക്, യൂട്യൂബ് എടുക്ക്. കട്ടാക്കിയിട്ട് പിന്നെയും ഇടണ്ടേ പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ നോക്കി മെസ്സേജുകൾ വായിക്കാം. എന്താ വരാത്? ഇതൊന്നും ശരിയായ ഒരു ശീലം. മുഹമ്മദ് നായിന്റെ മോനെ, നീ ശരിയല്ലെങ്കിൽ പോടാ നായേ, ചത്തിട്ട് പോ. ക്രീം ഡേറ്റ് കഴിഞ്ഞോ താത്ത? മുഖക്കുരു ക്രീം ഡേറ്റ് കഴിഞ്ഞോന്നാ? മനസ്സിലായില്ല. എന്താ അവിടെ പണി? എന്താ പ്രശ്നം? ഹായ് ഷാജി. എന്താ പ്രശ്നം ചോദിച്ചാലേ, എൻ്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് തോന്നിവാസ കമന്റ് ഇടുക. എനിക്ക് അതേപോലെ തന്നെ തോന്നിവാസമായിട്ട് ഓരോ നായിന്റെ മക്കൾ കോൾ ചെയ്യുക. നിന്റെ മോഹനനും വല്ലാതിരിക്കുന്നല്ലോ, ഉറങ്ങാറായിട്ടില്ലേ? എന്താ മനസ്സിലായില്ല. സുഖമാണോ? എല്ലാവർക്കും സുഖമാണ്. എന്താണ് പ്രശ്നം? അങ്ങനെ വിളിക്കണം ഷാജി. അതെ, ഹായ് ഷാജിദ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ ശരിക്കും ഈ ലൈവ്? കുറേ നായിൻ്റെ മക്കളുണ്ട്, കുറേ നായിൻ്റെ മക്കൾ. അങ്ങനെ തന്നെ പറയട്ടെ, നായിൻ്റെ മക്കള്. അവനോ ഒരു പണിയില്ലാണ്ടിരിക്കണ കുറെ ചൊറിയും കുത്തിരിക്കണ നായിൻ്റെ മക്കളുണ്ട് ഇവിടെ. ലൈവില് പെണ്ണുങ്ങൾ എന്താണോ അതാണോ ഇതാണോ നടക്കണ, ഏത് പെണ്ണാണോ തുണി പൊക്കി കാണിക്കണത് അവിടെ കയറി ചെല്ലാന്ന് പറഞ്ഞിട്ട് നടക്കണ നായിൻ്റെ മക്കളെ ഇവിടെ നിന്റെ വാപ്പ ഉമ്മ അല്ലെങ്കിൽ വേറുള്ളവരെ തുണി പൊക്കി കാണിക്കുന്നില്ല. ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വന്നാണ്ടല്ലോ വിവരം അറിയും. അതുപോലെ എൻ്റെ അടുത്ത് അനാവശ്യമായിട്ട് ഫോൺ ചെയ്യുക, എൻ്റെ ബിസിനസ് വാട്സപ്പിൽ അനാവശ്യമായിട്ട് മെസ്സേജ് അയച്ച ഏതവനാണെങ്കിലും ഞാൻ പൂട്ടും. ഏതവന് ഏത് ഇതെന്ന് അയക്കുകയാണെങ്കിലും ഞാനും പൂട്ടും. ഓക്കെ, എനിക്ക് വെറുതെ കോളാക്കുക. ഏതെങ്കിലും നായിൻ്റെ മകൻ റീച്ചിന് വേണ്ടിയിട്ടും ബാക്കിയുള്ളതിന് വേണ്ടിയിട്ടും അവിഹിതം അവൻ്റെ അക്കൗണ്ടിൽ കൊടുന്നിട്ടിട്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. ഇവിടെ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് സംസാരിക്കണ്ട. മക്കളെ മുന്നിൽ വെച്ച് വിളിക്കല്ലേ. മക്കളെ മുന്നിൽ വെച്ച് വിളിച്ചാലും മക്കൾക്ക് നല്ല ബുദ്ധിയുള്ള മക്കളാണ്. എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഷാജി അങ്ങനെ വിളിക്കല്ലേ പ്ലീസ്. സുഖമായി ഉറങ്ങട്ടെ, ഇനി തിരുപ്പതി ആയിന്ന്. ഷാജി എന്തോ ഈ പറയുന്നത് മക്കൾ കേൾക്കുന്നില്ല. മക്കൾ കേട്ടാലും ഏത് വാപ്പ കേട്ടാലും മക്കൾ മക്കളുടേതായ രീതിയിൽ അറിയും. ഉമ്മ എന്തിനാണ് പറയുന്നത്, ഏതിനാ പറയുന്നത് അവർക്ക് നന്നായിട്ട് അറിയും. നിങ്ങളുടെ മക്കളെ പോലെ അല്ല എൻ്റെ മക്കളെ ഞാൻ വളർത്തിയാണ്. ഓട്ടെ ഷാജിദ, എല്ലാം ശരിയാവും. ഞാൻ മിണ്ടാണ്ടിരിക്കും. ഞാൻ മിണ്ടാണ്ട് എൻ്റെ പാട്ടിൽ ഞാൻ റീൽസ് വീഡിയോസ് ഇടാം. ഏതെങ്കിലും മൈരം വന്നിട്ട് വീഡിയോ ഇട്ടാ അതിൻ്റെ ഇടയിൽ പോയിട്ട് കമന്റ് ഇട്ട് ചോദിക്കണം, എന്താടാ മൈര അങ്ങനെ എങ്ങനെയെന്ന്. എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടല്ല തെറി വിളിക്കുക. ഇനി മതി മുത്തേ, ക്ഷമിക്കും. നിങ്ങളൊരു പെണ്ണായിട്ട് ഇങ്ങനെ തെറി പറയാൻ പെണ്ണാണെങ്കിൽ എന്താടാ? പെണ്ണാണെങ്കിൽ ഈ ദുനിയാവിൽ പെണ്ണിന് ജീവിക്കണ്ടേ? നായേ, പെണ്ണിന് ജീവിക്കണ്ട. പെണ്ണിനെ അല്ലടായിട്ട് പെണ്ണാണ്. ഇതിന് മാത്രം നിങ്ങൾ പെണ്ണാണെന്ന് നൊട്ടുണ്ടല്ലോ. ഇതിന് മാത്രം പെണ്ണാണ് പറഞ്ഞിട്ട് നൊട്ടുണ്ടല്ലോ നിങ്ങളെ. അപ്പൊ ഈ പെണ്ണിനെ തന്നെയല്ലേ നിങ്ങൾ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് മൈരാണ് നിങ്ങളുടെ അടുത്തൊക്കെ ചെയ്തിരിക്കുന്നത്? കള്ള നായിന്റെ മക്കളെ, എവന്റെങ്കിലും വീഡിയോ കണ്ടിട്ട് വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് തൊലിക്കാൻ നിൽക്കണ തൊലിച്ചുകളെ.
ഞാൻ എന്റെ ലൈവ് നല്ലപോലെ ലൈവ് ആയിക്കോട്ടെ, യൂട്യൂബ് ചാനലായിക്കോട്ടെ, എന്ത് മരുവാണെങ്കിലും ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ നായിന്റെ മക്കളാണ് ഇവിടെ വന്നിട്ട് ചലിച്ചോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും നായിന്റെ മകൻ അവന്റെ ഉമ്മാക്ക് കാവലിരുന്നിട്ട് അവന്റെ ഉമ്മാക്ക് വെട്ടുണ്ടാക്കിയിട്ട് അവന്റെ ഉപ്പ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ കഥ വന്നിട്ട് യൂട്യൂബിൽ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അവന്റെ അക്കൗണ്ടിൽ പോയിട്ട് ചോദിക്കണം. എന്റെ അടുത്ത് അല്ല ചോദിക്കുക. അവന്റെ അക്കൗണ്ടിൽ പോയിട്ട്, അവനാണല്ലോ ഇട്ടത്, അപ്പൊ അവന്റെ അക്കൗണ്ടിൽ പോയി ചോദിക്കും. ഓ, കേൾക്കാത്ത അനാവശ്യം. ഷെരീഫ് മൈരം പറഞ്ഞാൽ മാത്രം നല്ലത്. ഷെരീഫ് നായിന്റെ മോന് വെടി വേശി അങ്ങനത്തോള് ഇങ്ങനത്തോള് പറഞ്ഞാൽ മാത്രം പെണ്ണുങ്ങൾക്ക് അണ്ണാക്ക് പൊത്തിയിട്ട് അതിൽ പോയി കക്ക കക്ക ചിരിച്ചിട്ട് വീഡിയോസിന് കമന്റ് ഇടാൻ മാത്രം ഈ നാറികൾക്ക് അറിയുള്ളൂ. ആ ചെറ്റ എന്ത് വന്ന് ചലിച്ചാലും അവന്റെ മൂടും താങ്ങി. എന്തേ അവൻ ഇത്ര തൊലി വെളുപ്പുള്ളോണ്ടാ? ആ തൊലി മാത്രമേ വെളുപ്പുള്ളൂ. കൂസനാണ്, പെൺകൂസനാണ്, പെൺകോന്തനാണ് അവൻ. പെൺകോന്തൻ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ അതേ സ്വഭാവമാണ്. പെണ്ണുങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂട്ടി കൊടുക്കല്. പെണ്ണുങ്ങളാണ് ആ പരിപാടി ചെയ്യല്. എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂട്ടലും കുറയ്ക്കലും കൂത്തലും കൂട്ടലൊക്കെ. ഇവൻ ഈ നാറിക്ക് അതാ പണി. ഈ നാറികളുടെ കൂട്ടുകെട്ട് ഫുള്ള് പെണ്ണുങ്ങളാണ്. ഇവൻ വീഡിയോ ഇട്ട അപ്പൊ താങ്ങാൻ പെണ്ണുങ്ങളാണ്. എത്ര പെണ്ണുങ്ങളാണ് ഇവന്റെ താങ്ങിക്കൊണ്ടിരിക്കുന്നത്? മലപ്പുറം എന്താണ് ആ നാറിന്റെ പേര്? മലപ്പുറത്ത് വന്നിണ്ടല്ലോ, മലപ്പുറം ആരിഫെ. ആ ചെറ്റച്ചി, അതുപോലെ ഷെഫീന ചെറ്റച്ചി, വേറെ ഏതൊക്കെ കുറെ നാറുകളുണ്ടല്ലോ. ഇവന്റെ മൂടും താങ്ങിയോണ്ട് ഇവൻ എന്താ ഇടുന്നത്? അതും എടുത്ത് കളിച്ചുകൊണ്ട് ഇരിക്കലാണ് ഈ തൊലിച്ചുകൾക്ക് പണി. സ്വന്തമായിട്ട് ഒരു കണ്ടന്റും ഇല്ല, സ്വന്തമായിട്ട് ഒരു മൈരും ഇല്ലാത്ത ചുക്കും ചോളവും ഇല്ലാത്ത നായിന്റെ മോനാണ് ഈ പറയുന്ന ഷെരീഫ്. ഈ മൈരൻ എന്നാണ് യൂട്യൂബർ ആയത്? ഈ നായിന്റെ മോൻ എന്നാ യൂട്യൂബറായി? പണിയും വിട്ടുകൊണ്ട്, ഖത്തറിൽ പണിയും വിട്ടുകൊണ്ട് മറ്റുള്ള പെൺകുട്ടികളെ പച്ച. എനിക്ക് എന്തെങ്കിലും സംബന്ധിച്ച് നായിന്റെ മോൻ